അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 161. عن ابن عمر رضي الله عنهما قال قال النبي صلى الله عليه وسلم أفر الفراء أن يري الرجل عينيه ما لم تريا. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്റൽ ഫിറാ, കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവ്, അൻ യുരിയ റജുലു ഐനൈഹി, ഒരാൾ തന്റെ രണ്ട് കണ്ണിന് കാണിക്കലാണ്, മാലം തറയാ, അവകൾ കാണാത്തത്, കണ്ണുകൾ കാണാത്തത് കാണിച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് വരുത്തി തീർക്കൽ. ഒരാൾ കാണാത്ത കാര്യം കണ്ടു എന്ന് വരുത്തി തീർക്കലാണ് ഏറ്റവും വലിയ കളവ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് പല രൂപത്തിൽ വിവരിക്കപ്പെടേണ്ടതാണ്. ചിലർ സ്വപ്നത്തിൽ ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്നവർ. പകൽ സമയമാകുമ്പോ കൂട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വിവരിക്കുന്ന ചില ആളുകളുണ്ട്. ഇത് വളരെ വലിയ തെറ്റാണ്, കളവ് ആണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇവന്റെ മനസ്സിൽ പല ലക്ഷ്യങ്ങളുണ്ടാകാം. അവർക്കിടയിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കലോ അങ്ങനെ പലതും ഉണ്ടാകാം. അങ്ങനെയാണല്ലോ പുതിയ കാലഘട്ടത്തിൽ ഷെയ്ഖായി ചമയുന്ന പലരും, വലിയ ഷെയ്ഖായിട്ടും മുറബിയായിട്ടും ഒക്കെ ചമയുന്ന പല ആളുകളും ഇപ്പോ മുരീദന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർ പറയാറുള്ളത് പുതിയ പുതിയ കറാമത്തുകളും കാണാത്ത സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ മുരീദുമാർക്കിടയിൽ പിടിച്ചു നിൽക്കുന്നത്. യഥാർത്ഥ ഷെയ്ഖുമാർക്ക് അങ്ങനെ ഒരു സ്വപ്നത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് വരുത്തി തീർക്കൽ, കണ്ടു എന്ന് പറയലാണ് ഏറ്റവും വലിയ കളവ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ കൂട്ടുകാരുമൊത്ത് ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് വെറുതെ ബടായി വിടുമ്പോ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ടൗണിൽ പോയിട്ടുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, മറ്റേ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വരുത്തി തീർക്കൽ. ആളുകളുടെ മുമ്പിൽ ഞാൻ കുറഞ്ഞവനല്ല എന്ന് വരുത്തി തീർക്കാൻ, ഞാൻ ആളുകളുടെ മുമ്പിൽ ഞാനൊരു മോശക്കാരനാകരുത്, ഇവരെക്കാളൊക്കെ നാടുകൾ കണ്ടവനാണ് ഞാൻ, അല്ലെങ്കിൽ ഇവരെക്കാളൊക്കെ പല സംഭവങ്ങളും കണ്ടവനാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാനുള്ള വെപ്രാളം. ഈ വെപ്രാളങ്ങൾക്കിടയിൽ അവനിൽ നിന്ന് വന്നു ചേരുന്ന കളവുകൾ അത് ധാരാളമാണ്. അവന്റെ പരലോക പരാജയത്തിന് അത് നിദാനമാണ്. ദുനിയാവിൽ നിന്ന് തന്നെ അവന്റെ ജീവിതത്തെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ജീവിതമാക്കാനും അതുവഴി അവന്റെ ആഖിറം നഷ്ടപ്പെടാനും ജീവിതത്തിൽ ബറക്കത്തില്ലാതെ പോകാനും ഒക്കെ അത് കാരണമായി തീരും. അതുകൊണ്ട് ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക, കണ്ടത് മാത്രം കണ്ടു എന്ന് പറയുക. അത് സാധാരണ ജീവിതത്തിലെ കാര്യങ്ങളാണെങ്കിലും ഇത് സ്വപ്നത്തിന്റെ വിഷയങ്ങളാണെങ്കിൽ പോലും കണ്ടത് മാത്രം കണ്ടു എന്ന് പറയുക. ഇതാണ് ഒരു മുഅ്മിനിന്റെ ശൈലി. അല്ലാത്ത കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ പേരിലായാലും, ജനങ്ങളെ വശീകരിക്കാനോ മറ്റെന്തിന്റെ പേരിലായാലും അത് തെറ്റാണ്. കളവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവാണ് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. കളവ് മനുഷ്യന്റെ അള്ളാഹുവിന്റെ ലഅനത്ത് കിട്ടാൻ വരെ കാരണമായി തീരും. അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് അള്ളാഹു തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകുമെന്ന്. നമ്മൾ സാധാരണ കളവ് പറയുമ്പോ ഇത്രയൊന്നും ഗൗരവം അതിനെക്കുറിച്ച് ആലോചിക്കാറോ ചിന്തിക്കാറോ ഇല്ല. പക്ഷെ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളവ് പറയുമ്പോ നാം ഒരു നിമിഷം ചിന്തിക്കണം. ഈ കളവ് പറഞ്ഞാൽ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരു നേട്ടം കിട്ടാനില്ല. ദുനിയാവിൽ ചിലപ്പോൾ താൽക്കാലികമായ നേട്ടങ്ങൾ കിട്ടിയേക്കാം, അതും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. പക്ഷെ ആഖിറത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ട് സംഭവിക്കും. ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ ലഅനത്ത്
ഉണ്ടാകാൻ അത് കാരണമായി തീരും. അള്ളാഹുവിന്റെ ലഅനത്തുണ്ടായാൽ ദുനിയാവിലെ മറ്റു വിഷയങ്ങളിലൊന്നും ബറക്കത്തുണ്ടാവില്ല. ഈ മനുഷ്യൻ തന്നെ ജനങ്ങൾക്കിടയിൽ അപഹാസ്യനാവുകയും വളരെ മോശക്കാരനായി തീരുകയും ചെയ്യും പിന്നീട്. അതുകൊണ്ടാണല്ലോ പല ആളുകളും ഷെയ്ഖായി ചമയുന്നവരും മറ്റുമൊക്കെ ഒരുപാട് കളവുകൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർ പിന്നീട് പരിഹാസ്യരാകുന്നത് ഇത്തരം കളവുകൾ കെട്ടിക്കൂട്ടി പടുത്തുയർത്തിയ അഭിമാനമാണ്. അല്ലാഹു തആല അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി പറയാൻ, കണ്ടത് മാത്രം കണ്ടു എന്ന് പറയുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞ് ജനങ്ങളെ മായിക വലയത്തിൽ വീഴ്ത്തുന്ന ആളുകളുടെ ശല്യത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.